ഞാനീ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായവരുണ്ടോ? ഇത് ബൊക്കെയൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കാണുക. ഇത് നമ്മുടെ ചേനയുടെ പൂവാണ് കേട്ടോ. ഈ സാധനം തോരൻ വെച്ചൊക്കെ കഴിക്കാൻ അടിപൊളിയാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്കിതിൻ്റെ തോരൻ എങ്ങനെ വെക്കുന്നത് ഒന്ന് കാണാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഇതളൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഇളക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കുനുകുനാ അരിഞ്ഞെടുക്കണം. എത്രത്തോളം നൈസായിട്ട് അരിയുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അമ്മ പറഞ്ഞു. അപ്പോൾ ഇതായത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണെന്ന് കേട്ടോ അമ്മ പറഞ്ഞത്. അപ്പം നല്ല പ്രോട്ടീനൊക്കെ ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം നമ്മളത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നമ്മളൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചു. അങ്ങനെ ആവിയൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഒന്ന് വഴണ്ട് വരും. അപ്പോഴത്തേക്കും നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് ആവി കയറാനായിട്ട് വെക്കുക കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആവി കയറാനായിട്ട് നമ്മളത് വീണ്ടും അടച്ചു വെച്ചു. ഈ സമയം കൊണ്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ദാണ്ട ഒരു കപ്പ് തേങ്ങ, അതിനകത്തേക്ക് കുറച്ച് ഒരു 10 അല്ലി ചുവന്നുള്ളിയും പിന്നെ ഒരു 7-8 പച്ചമുളക് കേട്ടോ അമ്മ ഇട്ടെ. അത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ആ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ ചേനയുടെ പൂവിനകത്തേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പതുക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങയുടെയൊക്കെ ഇതിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒക്കെ തൂക്കിയിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു തോരനാണ്. അപ്പോൾ ചേനപ്പൂവൊക്കെ കിട്ടുമ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.